രേണുസുധിയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ആങ്കറായിട്ട് വന്നത് രേണുവിനെ ഇന്റർവ്യൂ എടുക്കാൻ പറഞ്ഞ വ്യക്തി ശാരിക എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരത്തിയാണ്. ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല, നിറകുടം തുളുമ്പും എന്നല്ലേ പ്രമാണം. ഇവരുടെ ഒരുപാട് ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. ഒരു നിലപാടും ഇല്ലാത്ത ഒരു ആങ്കറാണ് ഇവർ. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഇന്റർവ്യൂ വൈറലായി, ആങ്കർ എയറിലായി, കമന്റ് സെക്ഷനിലാണെങ്കിൽ പൂരത്തെറിവിളി. ഇതേതാണ്ട് എലിക്കണിയിൽ സൂനവെട്ടതുപോലെ. ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ ഒരു ഗസ്റ്റിനെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്ന തരത്തിലുള്ള ചോദ്യം ചോദിക്കുന്നതാണ് ഹോട്ട് സീറ്റിന്റെ കൺസെപ്റ്റ്. ആങ്കർ എയറിലായപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തിന്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടുണ്ട്. സാറെന്നെ തെറ്റിദ്ധരിക്കണ്ട, ഒരു പ്രതിപകാരം പ്രതീക്ഷിച്ചല്ല ഞാനിത് ചെയ്യുന്നത്. അവര് റീൽസ് ചെയ്ത കാലം തൊട്ട് പച്ചത്തെറികൾ മാത്രം പറഞ്ഞ ആൾക്കാരാണ് മലയാളികൾ. സമ്മതിച്ചോ? ഓ പിന്നെ അക്കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ നോക്കിക്കൊള്ളുക. ഞാൻ എന്റെ ഡിബേറ്റ് ചാനലുകൾ, എന്റെ ന്യൂസ് ചാനലുകൾ എല്ലായ്പ്പോഴും എംപവറിംഗ് വുമൺ എന്ന് പറഞ്ഞ പോലെ അവരെ എല്ലായ്പ്പോഴും ഞാൻ പുകഴ്ത്തിയെന്നല്ല, അവരെ അവരുടെ വഴിക്ക് വിടാനാണ് ഞാൻ സംസാരിച്ചത്. ഞാനും രേണുസുധിയും ഈ ഇന്റർവ്യൂവിന് മുമ്പ് തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. രേണുസുധിയെ തെറി പറയാത്ത 1,00,000 പേരിൽ അല്ല, തെറി പറയാത്ത ആൾക്കാരിൽ 1% ആൾക്കാർ തെറി പറയാത്തവരുണ്ടെങ്കിൽ അതിൽ ഒരാൾ ഞാൻ തന്നെയാണെന്ന് എനിക്ക് 100% ഉറപ്പിച്ച് പറയാം. അന്നെക്കൊണ്ട് ഇത് എങ്ങനെ സാധിക്കുന്ന ശുക്രേ? അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അവരോട് ചോദിച്ചിരിക്കുന്ന രീതി അവർ പ്രത്യേകം പറഞ്ഞു. അരഗന്റ് ആയിട്ട് തന്നെ ചോദിക്കണം, ചുമ്മാ വെറുതെ ഇങ്ങനെ പേടിച്ച് വിറച്ച് കൊഞ്ചിക്കൊടഞ്ഞ് ചോദിക്കാൻ താല്പര്യമില്ല. ഞാൻ ആയതുകൊണ്ടാണ്, ഈ ഒരു ഷോ ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് രേണുസുധി മൈൽ സ്റ്റോണിലേക്ക് വന്നതെന്ന് അവരുടെ അണിയറ പ്രവർത്തകരോട്, അതായത് പ്രൊഡക്ഷൻ ടീമിനോടും മറ്റു ടീമുകളോടും ഇതിനാരാണോ ഇത് നടത്തുന്ന അധികാരികൾ അവരോട് രേണുസുധി അറിയിച്ചിരുന്നു. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടിയാണ്. രേണുസുധിയും ഇവരും എല്ലാരും കൂടെ റീച്ചിന് വേണ്ടിയിട്ട് നാട്ടുകാരെ പറ്റിക്കുന്ന കലാപരിപാടിയാണ്. അത് ഇത്ര കഷ്ടായി പോയിട്ടോ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച പോലെ അവൻ അത്ര മണ്ണുണ്ണിയാണ്.